രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കുരുക്ക് മുറുക്കി ഇതാ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരിക്കുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസാണ് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ വഴി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. പ്രധാനമായി വിമാനത്താവളങ്ങളിലേക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഈ ഒരു നീക്കം. അതായത് ഈ ഒരു വിദേശ ബന്ധങ്ങൾ ഉപയോഗിച്ചോ അല്ലാതെയോ രാഹുൽ രാജ്യം വിടാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. പാലക്കാടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കോ അത്തരം സംസ്ഥാനങ്ങൾ വഴി വിദേശ രാജ്യങ്ങളിലേക്കോ കടക്കാനുള്ള സാധ്യത തടയാനാണ് പ്രധാനമായും ഈ നീക്കം. എന്തായാലും കണ്ടുകിട്ടിയാൽ ഉടൻ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും അതിന്റെ നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ രാഹുലിനെതിരെ ചുമത്തിയിട്ടുണ്ട്. BNS 64 ബലാത്സംഗം, നിരന്തരം പീഡിപ്പിക്കൽ, അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കൽ, തുടർച്ചയായി ഒരു സ്ത്രീയെ തന്നെ പീഡിപ്പിക്കൽ, ഗർഭഛിദ്രം, വിശ്വാസവഞ്ചന തുടങ്ങി പരമാവധി ജീവപര്യന്തം വരെ കിട്ടാവുന്ന കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുവതിയെ 3 സ്ഥലങ്ങളിലെത്തിച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് FIR-ലെ പരാമർശം. പാലക്കാട് എത്തിച്ചും പീഡിപ്പിച്ചു, തിരുവനന്തപുരത്ത് വെച്ചും ബലാത്സംഗം ചെയ്തു. യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ രാഹുൽ പകർത്തി. ഈ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഗർഭഛിദ്രത്തിന് വിസമ്മതിച്ചപ്പോഴും നഗ്നദൃശ്യങ്ങളുള്ള കാര്യം പറഞ്ഞ് രാഹുൽ ഭീഷണിപ്പെടുത്തിയതായും FIR-ൽ വ്യക്തമാക്കുന്നു. യുവതിയെ നിർബന്ധമായി ഗർഭഛിദ്രത്തിന് വിധേയാക്കിയെന്നും FIR-ൽ പറയുന്നുണ്ട്. സുഹൃത്ത് വഴിയാണ് ഗർഭനിരോധന ഗുളിക എത്തിച്ചു നൽകിയതെന്ന് യുവതി മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടിയുണ്ടായാൽ രാഷ്ട്രീയ ഭാവി നശിക്കുമെന്ന് പറഞ്ഞാണ് ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചത്. എതിർത്തപ്പോൾ ചീത്ത വിളിച്ചു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. സുഹൃത്ത് എത്തിച്ച ഗുളിക കഴിച്ചോ എന്ന് വീഡിയോ കോൾ ചെയ്ത് രാഹുൽ ഉറപ്പാക്കിയെന്നും യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. 20 പേജുള്ള മൊഴിയാണ് യുവതി പോലീസിന് നൽകിയിട്ടുള്ളത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫിനെയും ഈ ഒരു കേസിൽ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. യുവതി പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇടയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയതും സ്വിച്ച് ഓൺ ആയതും പോലീസ് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇതൊരു ദൃശ്യം മോഡൽ ഓപ്പറേഷൻ ആണോ, അതായത് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ വഴിതെറ്റിക്കാനോ അല്ലെങ്കിൽ താൻ മറ്റൊരു ടവർ ലൊക്കേഷൻ ആണ് എന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ട്. രാഹുൽ സംസ്ഥാനം വിട്ടതായും ഒരു ഘട്ടത്തിൽ അഭ്യൂഹം ഉയർന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഒരു ഫ്ളാറ്റിൽ വെച്ചാണെന്നാണ് FIR-ൽ പറയുന്നത്. 2 തവണ രാഹുൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെന്നുമാണ് ആരോപണം. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീട് പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ച് ദൃശ്യങ്ങൾ കാണിച്ച് വീണ്ടും ബലാത്സംഗം ചെയ്തെന്നും FIR-ൽ പറയുന്നു. 2025 മെയ് 30-ന് രാഹുലിന്റെ സുഹൃത്ത് തിരുവനന്തപുരം കൈമനത്ത് വെച്ച് പെൺകുട്ടിയെ കാറിൽ കയറ്റി ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് നൽകുകയായിരുന്നുവെന്നും FIR-ൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാറിൽ വെച്ച് പെൺകുട്ടിക്ക് മരുന്ന് നൽകി. തുടർന്ന് രാഹുൽ വീഡിയോ കോളിൽ വിളിച്ച് മരുന്ന് കഴിച്ചെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. കുഞ്ഞുണ്ടായാൽ രാഷ്ട്രീയ ഭാവി തകരുമെന്ന് രാഹുൽ പറഞ്ഞതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഗർഭഛിദ്രത്തിനായിട്ടുള്ള മരുന്ന് രാഹുലിന്റെ സുഹൃത്താണ് ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചതെന്നും മരുന്ന് കഴിച്ചെന്ന് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തിയെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. നിർബന്ധിത ഗർഭഛിദ്രത്തിന് തെളിവുണ്ടെന്നും മെഡിക്കൽ രേഖകൾ ഇതിന് തെളിവെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഗുളിക എത്തിച്ചത് കേന്ദ്രീകരിച്ച് അന്വേഷിക്കുമെന്നും രാഹുലിന്റെ സുഹൃത്തിനെ കണ്ടെത്തുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. 20ഓളം പേജുള്ള മൊഴിയാണ് പെൺകുട്ടി അന്വേഷണ സംഘത്തിന് നൽകിയത്. മൊഴിയെടുപ്പ് 5.5 മണിക്കൂറോളമാണ് നീണ്ടത്. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. കേസ് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. രാഹുലിനെതിരെയുള്ള കേസിൽ 2 പ്രതികളാണുള്ളത്. രാഹുലും സുഹൃത്തും ഈ ഒരു കേസിൽ പ്രതികളാണ്. ബലാത്സംഗം, നിർബന്ധിത ഭ്രൂണഹത്യ വകുപ്പുകൾക്ക് പുറമെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫാണ് കേസിലെ 2ാം പ്രതി. അടൂർ സ്വദേശിയാണ് ജോബി ജോസഫ്. ജോബിയുടെ മൊബൈൽ ഇന്നലെ വൈകിട്ട് മുതൽ സ്വിച്ച് ഓഫ് ആണ്. ഒളിവിൽ പോയതായിട്ടാണ്, അതായത് രാഹുലിനെ പോലെ തന്നെ ജോബി ജോസഫും ഒളിവിൽ പോയെന്നുള്ള കാര്യമാണ് പോലീസ് കണ്ടെത്തിയത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയ എന്നീ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും ഒഫെൻസീവായി, ഏറ്റവും ഗ്രാവിറ്റി ഉള്ള കുറ്റങ്ങളായി ചുമത്തിയിട്ടുള്ളത്. BNS 89 വകുപ്പ് പ്രകാരം 10 വർഷം കിട്ടാവുന്ന കുറ്റമാണ് നിർബന്ധിത ഭ്രൂണഹത്യ. യുവതിയുടെ പരാതിയിൽ 2 പേരെ പ്രതിയാക്കി. അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ 1ാം പ്രതിയാക്കിയും രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫിനെ 2ാം പ്രതിയാക്കിയിട്ടുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം റൂറൽ SP-ക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. കേസിൽ പരാതിക്കാരിയായ അതിജീവിതയുടെ മൊഴി ഇന്നലെ രാത്രി തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ രേഖകളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ രാഹുൽ MLA ആയതിനാൽ അറസ്റ്റ് ഉണ്ടായാൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. നിയമസഭ സമ്മേളിക്കുന്ന സമയമാണെങ്കിലും MLA അറസ്റ്റ് ചെയ്യുന്നതിന് സ്പീക്കറുടെ അനുമതി ആവശ്യമില്ല. അറസ്റ്റിന് ശേഷം അറിയിച്ചാൽ മതി എന്നുള്ളതാണ് നിയമം. എന്നാൽ നിയമസഭ വളപ്പിൽ നിന്നോ MLA ക്വാർട്ടേഴ്സിൽ നിന്നോ അറസ്റ്റ് ചെയ്യാൻ സ്പീക്കറുടെ അനുമതി വേണം. അഴിമതി ആരോപണ കേസിൽ MLA അറസ്റ്റ് ചെയ്യാൻ സ്പീക്കറുടെ അനുമതി വേണമെന്നുള്ള ഒരു നിയമം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കാനും ഈ ഒരു അനുമതി ആവശ്യമാണ്. ഇത്തരത്തിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നതിനെ തുടർന്ന്
കേരള രാഷ്ട്രീയത്തിൽ ആദ്യം രാജിവെക്കുന്നത് ആഭ്യന്തരമന്ത്രിയായിരുന്ന PT ചാക്കോയാണ്. അപകടത്തിൽപ്പെട്ട ചാക്കോയുടെ കാറിൽ ഒരു വനിതയുണ്ടായിരുന്നുവെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു ഈ രാജി. വനിതയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഗണേഷ് കുമാർ, നീലലോഹിതദാസൻ നാടാർ, AK ശശീന്ദ്രൻ, PJ ജോസഫ് എന്നിവരും മന്ത്രിസ്ഥാനം രാജിവെച്ച ചരിത്രവും കേരള രാഷ്ട്രീയത്തിലുണ്ട്. എന്തായാലും ഗുരുതര വകുപ്പുകൾ ചുമത്തിയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. രാഹുലിനെ കണ്ടെത്താനായി സംസ്ഥാന വ്യാപകമായും അല്ലാതെയും സംസ്ഥാനത്തിന് പുറത്തുമൊക്കെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. അതേസമയം പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് അടൂർ പോലീസ് രാഹുലിന്റെ വീടിന്റെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ എത്തിച്ച് വീടിന്റെ പ്രവേശന കവാടത്തിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാർ ഉള്ളിലേക്ക് കടക്കുന്നത് തടയാനും കുടുംബാംഗങ്ങൾക്കോ മറ്റു ബന്ധുക്കൾക്കോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പോലീസ് ജാഗ്രതയുള്ളത്. ഇന്നലെയാണ് മുഖ്യമന്ത്രിയെ കണ്ട പെൺകുട്ടി തന്റെ പരാതി കൈമാറിയത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് എത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട പരാതി നൽകുകയായിരുന്നു. ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് വിധേയാക്കിയെന്നാണ് യുവതിയുടെ പരാതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ടുള്ള പരാതിയാണ് യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയത്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ യുവതി പരാതിക്കൊപ്പം മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയും ക്രൈംബ്രാഞ്ചിന്റെ മേധാവി കൂടിയുമായിട്ടുള്ള H വെങ്കടേഷ് IPS ഇന്നലെ രാത്രി തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരുന്നു. മറ്റ് നടപടികളിലേക്ക് ഏകോപിപ്പിക്കാനായിട്ടും ഈ കേസിന്റെ ചുമതല വഹിക്കുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കും മുഖ്യമന്ത്രിയിൽ നിന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ മേധാവി കൂടിയായിട്ടുള്ള H വെങ്കടേഷ് ഈ പരാതി നേരിട്ട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.